ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 33 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. താപം സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാവസൃത്യ ഭവദസ്ത്രമസൗ അനൗഷീൻ ചക്രേ ഗദേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വത്ഭക്തിമാഗസി കൃതേപി കൃപാം ച സംശാൻ. അന്വയം അർത്ഥം. താവത് അപ്പോൾ, മുനിന മുനിയാൽ, സമേത്യ അടുക്കലെത്തിയിട്ട്, ഗൃഹീതപാദ പാദത്തിൽ പിടിക്കപ്പെട്ട, സ അസൗ രാജ ആ രാജാവെ, അവസൃത്യ മാറി നിന്നിട്ട്, ഭവദസ്ത്രം അങ്ങയുടെ ആയുധമായ സുദർശന ചക്രത്തെ, അനൗഷി സ്തുതിച്ചു, ചക്രേ ഗതേ ചക്രം പിൻവാങ്ങിയപ്പോൾ, മുനിഹി മഹർഷി, ത്വത്ഭക്തി അങ്ങയിലുള്ള ഭക്തിയെയും, ആഗസി പാവം, കൃതേബി ചെയ്തിട്ടും, കൃപാംശ തന്നോടുള്ള കൃപയെയും, സംശൻ സ്തുതിക്കുന്നവനായി, അസ്മൈ ആ രാജാവിനായിക്കൊണ്ട്, അഖിലാശിഷ എല്ലാ ആശിസുകളും അതാ കൊടുത്തു. ഹരിവു. സാരം: മഹാവിഷ്ണുവിൻ്റെ ഉപദേശമനുസരിച്ച് രാജാവിൻ്റെ അടുത്ത് തന്നെ മഹർഷിപാദത്തിൽ പിടിച്ചു മാപ്പപേക്ഷിച്ചു. അതൊരപമാനമായി കരുതി അംബരീഷൻ സ്തുതികൾ കൊണ്ട് ചക്രായുധത്തെ പ്രസാദിപ്പിച്ച് ചക്രായുധം മടങ്ങിക്കഴിഞ്ഞപ്പോൾ അംബരീഷിൻ്റെ ഭക്തിയെയും അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തെയും പാടിപ്പുകഴ്ത്തി മഹർഷി സർവാശിസുകളും രാജാവിന് നൽകുകയും ചെയ്തു. ഹരിവു. സാരം: 1 വർഷം മഹർഷിയെ കാത്തിരുന്നിട്ട് അദ്ദേഹത്തിന് ആഹാരം വേണ്ട പോലെ നൽകി യാത്ര അയച്ചതിന് ശേഷം അംബരീഷനും ആഹാരം കഴിച്ചു. അവസാനം ദൃഢതരമായ ഭക്തി കൊണ്ട് മോക്ഷവും പ്രാപിച്ചു. അങ്ങനെ ഭക്തരെ രക്ഷിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയും രക്ഷിക്കണമെന്നാണ് ഭട്ടതിരിയുടെ പ്രാർത്ഥന. 33-ാം ദശകം സമാപ്തം. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 33 ശ്ലോകം 10. രാജാ പ്രതീക്ഷ്യ മുനിം ഏകസമാമനാശ്വാൻ സംഭോജ്യ സാധുതം ഋഷിം സുജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തദോപി ദൃഢം ജദോഭൂൻ സായുജ്യമാവ ച സമാം പവനേശവായാൻ. അന്വയം അർത്ഥം.